So coming into the last topic of the fourth module. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫ്ലക്ഷൻ ഓഫ് ബീം എന്നൊരു കോൺസെപ്റ്റാണ്. ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് നമുക്ക് തേർഡ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രാൻസ്വേഴ്സ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റുകൾ അല്ലേ? ട്രാൻസ്വേഴ്സ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റുകളാണ് ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും. ആക്സിൽ ലോഡിന്റെ കേസായിരുന്നു ഫസ്റ്റ് രണ്ട് മോഡ്യൂൾ പഠിച്ചത്. തേർഡ് മോഡ്യൂൾ എത്തുമ്പോഴേക്ക് ഈ ലോഡ് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എഫക്റ്റുകളായ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും പഠിച്ചു. ഈ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും കൊണ്ട് മെറ്റീരിയലിൽ ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സസിനെ പറ്റിയാണ് ഫോർത്ത് മോഡ്യൂളിൽ നമ്മൾ ഇതുവരെ പഠിച്ചത്. സ്ട്രെസ്സസ് ഡ്യൂ ടു ദീസ് ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ്, ദാറ്റ് ഈസ് ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും പഠിച്ചു അല്ലേ? ഇതിനോട് ഒപ്പം തന്നെ അപ്പൊ ഈ ബെൻഡിങ് മൊമെന്റ് കൊണ്ടുണ്ടാവുന്ന ഒരു എഫക്റ്റാണ് ഈ സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. അത് കൂടാണ്ട് ഉണ്ടാവുന്ന രണ്ടാമതൊരു എഫക്റ്റാണ് ഡിഫ്ലക്ഷൻ. ഇതിന്റെ ഒരു ചെറിയ ഇൻട്രോ മാത്രമാണ് ഈ മോഡ്യൂളിൽ നിങ്ങൾക്കുള്ളത്. വാട്ട് ഈസ് ഡിഫ്ലക്ഷൻ ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഓർ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ദാറ്റ് വൺ. ഇതാണ് ഇവിടെ ആകെ പഠിക്കാനുള്ളത്. നിങ്ങളുടെ പ്രീവിയസ് സിലബസിൽ, അത് 2015 KTU സിലബസിൽ ഡിഫ്ലക്ഷൻ ഒരു മോഡ്യൂൾ മൊത്തമായിരുന്നു. ആ മോഡ്യൂളിന് ഇതിൽ കട്ട് ഷോട്ട് ചെയ്തിട്ട് ആകെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ സിലബസിലുള്ളത്. ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ, ഹൗ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു രൂപരേഖ കിട്ടിയല്ലോ എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ? ഇനി നമുക്ക് എന്താണ് ഡിഫ്ലക്ഷൻ എന്ന് നോക്കാം. ബീം നമുക്കറിയാം, ബീമിൽ എനി ടൈപ്പ് ഓഫ് ലോഡിങ്, പോയിന്റ് ലോഡോ വാട്ട് എവർ ബി ദ ലോഡ്, ഒരു സിമ്പിൾ സപ്പോർട്ടഡ് ബീം എടുക്കുന്നു. അപ്പോൾ ഒറിജിനലി ഇതിന്റെ പൊസിഷൻ ഇവിടെയായിരുന്നു ഈ ലോഡ് ആക്ട് ചെയ്യുന്നതിന് മുന്നേ. ലോഡ് ആക്ട് ചെയ്ത സമയത്ത് എന്ത് സംഭവിക്കുന്നതിന് അത് ഈ ഒരു ഷേപ്പിലേക്ക് ഡിഫ്ലക്ട് ചെയ്യപ്പെടുന്നു. ഇതേപോലെ കാൻലിവർ ബീം ആണെങ്കിൽ അതേപോലെ ലോഡ് ആക്ട് ചെയ്യുന്നതിന് മുന്നേ പൊസിഷൻ ഹൊറിസോണ്ടൽ ആയിരുന്നു. ലോഡ് ആക്ട് ചെയ്ത സമയത്ത് അത് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്തു. സോ ദിസ് ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ഓഫ് ദ ബീം ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് കർവ്. സോ ഇലാസ്റ്റിക് കർവ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് മീൻ ബൈ ഇലാസ്റ്റിക് കർവ്? ഇറ്റ് ഈസ് ദ ഡിഫ്ലക്ട് ഷേപ്പ് ഓഫ് ദ ബീം ഈസ് നോൺ ആസ് എൻ ഇലാസ്റ്റിക് കർവ്. ഇനി ഈ ഇലാസ്റ്റിക് കർവിലെ പോയിന്റ്സ് എന്ന് ആലോചിക്കാം. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതായിരുന്നു ബീമിന്റെ ഒറിജിനൽ പൊസിഷനിൽ ഉണ്ടായിരുന്ന പോയിന്റ്. ബീം ലോഡ് ചെയ്ത സമയത്ത് ഈ രീതിയിലേക്ക് ഡിഫോം ചെയ്യപ്പെട്ടു. അപ്പൊ ആ പോയിന്റിന്റെ പുതിയ പൊസിഷൻ എവിടെ? ഇവിടെ എത്തി. അപ്പൊ ഈ പോയിന്റ് ഇവിടേക്ക് മാറ്റപ്പെട്ടു, ഡിഫ്ലക്ട് ചെയ്യപ്പെട്ടു. സോ ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ പൊസിഷൻ ഓൺ ദ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് its position on the elastic curve. മനസ്സിലായല്ലോ? The change in position from its original position on the horizontal line in the initial position to the position on the elastic curve. ഇതിനെയാണ്, ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് ഡിഫ്ലക്ഷൻ y എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനീഷ്യലി ഒറിജിനൽ പൊസിഷനിൽ ഉണ്ടായിരുന്ന ആ ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിന്നും ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിലെ ആ ഒരു പൊസിഷനിൽ നിന്നും വെർട്ടിക്കലി ആയിട്ടുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ടു ദ ന്യൂ ഇലാസ്റ്റിക് കർവ്, അതിനെയാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഈ രണ്ട് പോയിന്റിൽ നോക്കൂ, രണ്ട് സപ്പോർട്ടിൽ, സിമ്പിൾ സപ്പോർട്ടിന്റെ കേസിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബീം അവിടെ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെ? ഇവിടെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു? ദിസ് റൊട്ടേഷൻ ഈസ് നോൺ ആസ് സ്ലോപ്പ്. അപ്പൊ സ്ലോപ്പും ഡിഫ്ലക്ഷൻ മനസ്സിലായല്ലോ? ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലി ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിനെയാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സ്ലോപ്പ് എന്ന് പറയുന്നത് റൊട്ടേഷനെയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ഓരോ പോയിന്റിലെയും സ്ലോപ്പിന് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ എന്താ നോക്കാം. ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് ഇതിപ്പോൾ ഒരു UDL ആണെങ്കിൽ, ഒരു സിമ്പിൾ സപ്പോർട്ടഡ് ബീം വിത്ത് UDL ആണെങ്കിൽ അതിന്റെ
ഡിഫ്ലക്ഷൻ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് സെൻട്രൽ പോയിന്റ് ആയിരിക്കും. ഒരു കാന്റിലിവറിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് എൻഡ് പോയിന്റിലായിരിക്കും അല്ലേ. ഇവിടെയാണ് വൈ മാക്സിമം ഉണ്ടാവുന്നത്. ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് വൈൻ്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരും, ഡിഫ്ലക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. ഏറ്റവും എൻഡിൽ ഇവിടെ എത്തുമ്പോൾ അത് y ഈക്വൽ ടു 0 ആയിട്ട് മാറും. സിമ്പിൾ സപ്പോർട്ടിന്റെ കേസിലാണെങ്കിലോ സപ്പോർട്ടിൽ എത്തുമ്പോഴേക്ക് y ഈക്വൽ ടു 0 ആയി മാറും, രണ്ട് സപ്പോർട്ടിലും. ഇനി സ്ലോപ്പിന്റെ കാര്യം നോക്കാം. ഈ സിമ്പിൾ സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ ശരിക്കും സ്ലോപ്പ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ പറയുന്ന റൊട്ടേഷൻ ആണെങ്കിലും അതിന്റെ ശരിയായ മീനിങ് എന്ന് പറയുന്നത് ദ ആംഗിൾ ദാറ്റ് ദ ടാൻജന്റ് മേക്ക് വിത്ത് ദ ഹൊറിസോണ്ടൽ, അതിനെയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ദ ആംഗിൾ അറ്റ് എ പോയിന്റ്, സോറി ദ ടാൻജന്റ് അറ്റ് എ പോയിന്റ് ദാറ്റ് മേക്സ് വിത്ത് ദ ഹൊറിസോണ്ടൽ. അപ്പൊ ഈ ഒരു പോയിന്റിലെ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ, കർവിന് ടാൻജന്റ് വരയ്ക്കാൻ അറിയാലോ, അങ്ങനെ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ആ ടാൻജന്റ് ഹൊറിസോണ്ടൽ പൊസിഷനിൽ മേക്കുന്ന ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്, സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ y മാക്സിമം ഉള്ള സ്ഥലത്ത് ഈ പോയിന്റിലെ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്, ഇസ്ന്റ് ഇറ്റ്? ഈ ഒരു പോയിന്റിലെ ടാൻജന്റ് ഇങ്ങനെയായിരിക്കും. ഒരു കർവിന്റെ ഈ പോയിന്റിലെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ആ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതിന് ടാൻജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വരയ്ക്കുമ്പോൾ ടാൻജന്റ് ഒറിസോണ്ടൽ ആയിരിക്കും. അപ്പൊ ഈ ടാൻജന്റും ഒറിസോണ്ടൽ നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? ഒറിസോണ്ടൽ ഓൾറെഡി അത് തന്നെയാണ്. സോ ദാറ്റ് തീറ്റ വിൽ ബി 0. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കിയാൽ പറ്റി, ഏറ്റവും എക്സ്ട്രീം y ഉള്ള സ്ഥലത്ത്, ഡിഫ്ലക്ഷൻ കൂടുതലുള്ള സ്ഥലത്ത് തീറ്റ ഇവിടെ ഈ ഒരു സിമ്പിൾ സപ്പോർട്ട് കേസിൽ ഇവിടെ എത്തുമ്പോൾ സമയത്ത് ഈ ലൈൻ ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് തീറ്റ 0 ആയി, ദാറ്റ് ഈസ് സ്ലോപ്പ് 0 ആയി. അപ്പൊ സിമ്പിൾ സപ്പോർട്ട് ബീമിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ ഉള്ള സ്ഥലത്ത് ടാൻജന്റ് ഹൊറിസോണ്ടൽ തന്നെയാണ്, അതുകൊണ്ട് അവിടെ സ്ലോപ്പ് 0 ആണ്. അപ്പൊ ഇവിടെ 0 സ്ലോപ്പ് ഇവിടെ മാക്സിമമായി, മാക്സിമത്തിൽ നിന്ന് 0 ആയി കുറഞ്ഞു കുറഞ്ഞു വന്നു. അതുപോലെ ഇങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും കൂടി കൂടി വരും. ഇതാണ് സിമ്പിൾ സപ്പോർട്ടഡ് ബീമിന്റെ കേസിലെ സ്ലോപ്പിന്റെ വേരിയേഷൻ. ഇനി ഒരു കാന്റിലിവർ ബീമിന്റെ കേസ് നോക്കാം. കാന്റിലിവർ ബീമിന്റെ കേസിൽ ഇവിടെ ഫിക്സ്ഡ് ആണ്, ഈ എൻഡ് ഫിക്സ്ഡ് അല്ലേ. അപ്പൊ ഇവിടെ ബെൻഡ് ആവുന്നില്ല, അതിന് പകരം കുറെ ദൂരെ ബെൻഡ് ആവുള്ളൂ. അങ്ങനെ ഏറ്റവും കൂടുതൽ ബെൻഡിങ് വരുന്നത് ഇവിടെയാണ്. ഇവിടുത്തെ ടാൻജന്റ് വരച്ചാൽ അത് ഹൊറിസോണ്ടൽ തന്നെ ആയിരിക്കും അല്ലേ. ഇവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ അത് ഇങ്ങനെ വരും, ഇവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ അത് ഇങ്ങനെ വരും, ഇവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ അത് ഇങ്ങനെ വരും. സോ ഓരോ പോയിന്റിലെ ടാൻജന്റ് വരച്ച് നോക്കുമ്പോൾ അതിന്റെ എക്സ് ആക്സിസ് ആയിട്ടുള്ള ആംഗിൾ കൂടി കൂടി വരും. അപ്പോൾ കാന്റിലിവറിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ നടക്കുന്നതും ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഉള്ളതും ഫ്രീ എൻഡിലാണ്. y മാക്സിമം ഫ്രീ എൻഡിലാണ്, തീറ്റ മാക്സിമം ഫ്രീ എൻഡിലാണ്. അതേസമയത്ത് ഇവിടെ ഈ ഫിക്സ്ഡ് എൻഡിൽ y ഈക്വൽ ടു 0 ആൻഡ് തീറ്റ ഈക്വൽ ടു 0. വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ y 0 ഉള്ള സ്ഥലത്ത് തീറ്റ മാക്സിമം എന്നോ അല്ലെങ്കിൽ തീറ്റ 0 ഉള്ള സ്ഥലത്ത് y മാക്സിമം എന്ന് പറയാൻ പറ്റില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലോഡിംഗ് കണ്ടീഷൻ ആൻഡ് ബീം കണ്ടീഷൻ ഇറ്റ് ക്യാൻ ബി വെരി. അപ്പോൾ സിമ്പിൾ സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ തീറ്റ മാക്സിമം സപ്പോർട്ടിലും y മാക്സിമം ഇൻ ബിറ്റ്വീൻ ദ ലോഡിംഗ്, അത് ലോഡിങ്ങിനനുസരിച്ച് ഇൻ ബിറ്റ്വീൻ ദ സപ്പോർട്ട്സ്, അത് ലോഡിങ്ങിനനുസരിച്ച് വ്യത്യാസം വരാം. സിമ്പിൾ സപ്പോർട്ടഡ് വിത്ത് UDL ആണെങ്കിൽ, ത്രൂ ഔട്ട് ദ ലെങ്ത് UDL ആണെങ്കിൽ y maxima will be at the center point. So for simple supported beam ഒരു കാര്യം ഉറപ്പിക്കാം, തീറ്റ ഈസ് മാക്സിമം അറ്റ് ദ സപ്പോർട്ട്സ്. കാന്റിലിവറിന്റെ കേസിൽ തീറ്റ 0 y 0 അറ്റ് ദ സപ്പോർട്ട്സ്. കാരണം ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നില്ല, അവിടെ റൊട്ടേഷൻ ഉണ്ടാവുന്നില്ല. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ദ ജനറൽ ഐഡിയ ഓഫ് എ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് ദ ബീംസ്. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ നോക്കി? ഇലാസ്റ്റിക് കർവ് എന്താണെന്ന് പഠിച്ചു. What is elastic curve? It is the deflected shape of the beam. That is elastic curve. അപ്പോൾ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റിലെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷനും ഇലാസ്റ്റിക് കർവിലെ സെക്കൻഡ് പൊസിഷനും തമ്മിലുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സ്ലോപ്പ് എന്ന് പറയുന്നതോ ഇറ്റ് ഈസ് ദ ആംഗിൾ ത്രൂ വിച്ച് ദ ബീം ഈസ് റൊട്ടേറ്റഡ്, അതിനാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഹെഡിങ് നോക്കുക, ഡിഫ്ലക്ഷൻ ഓഫ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീംസ് ആണ്. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനിസിയും സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനിസി നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പർ ഓഫ് അൺനോൺസും നമ്പർ ഓഫ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അവൈലബിളും സെയിം ആണെങ്കിൽ ദാറ്റ് വിൽ ബി സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ്. നമ്പർ ഓഫ് അൺനോൺസ് കൂടുതലാണെങ്കിൽ നമുക്ക് അഡീഷണൽ കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, കോമ്പാറ്റബിൾ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ദേ ആർ നോൺ ആസ് ദ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പം നിങ്ങൾക്ക് S3-ൽ MOS-ൽ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീംസിന്റെ ഡിഫ്ലക്ഷന്റെ ഇൻട്രോ മാത്രമേ ഉള്ളൂ. ഇനി S4-ൽ
you may be calculating the deflection of statically determinate beams and indeterminate beams also. അപ്പോൾ അതിന് മുന്നേ എന്താണ് ഈ ഡിഫ്ലക്ഷൻ എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അവിടെ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നു അല്ലേ. ഈ ഡിഫ്ലക്ഷൻ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ ബീമിന് റെസിസ്റ്റൻസ് ഉണ്ടാവും ഉള്ളിൽ, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദ സ്റ്റിഫ്നെസ്. ദ റെസിസ്റ്റൻസ് ഓഫ് ദ ബീം അഗൈൻസ്റ്റ് ഡിഫ്ലക്ഷൻ ഈസ് നോൺ ആസ് സ്റ്റിഫ്നെസ്. അപ്പോൾ സ്റ്റിഫ്നെസ് കൂടുതൽ സ്റ്റിഫാണെങ്കിൽ ഡിഫ്ലക്ഷൻ വളരെ കുറവായിരിക്കും അല്ലേ. അവിടെയാണ് നമുക്ക് ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു ബാറും വളരെ തിക്കായിട്ടുള്ള വളരെ തടിച്ച ഡയമീറ്ററുള്ള ഒരു ബാറും അല്ലെങ്കിൽ ഒരു തെങ്ങും ഒരു കവുങ്ങും ആലോചിക്കാം. ഏതിനാ കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുക? കവുങ്ങിനായിരിക്കും. കാരണം കവുങ്ങിന്റെ സ്റ്റിഫ്നെസ് തെങ്ങിനേക്കാൾ കുറവാണ്. അപ്പം അതുകൊണ്ട് ആ സ്റ്റിഫ്നെസ് കൂടുമ്പോഴാണ് ഡിഫ്ലക്ഷൻ കുറഞ്ഞു വരിക. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചറിൽ സ്റ്റിഫായിരിക്കുകയും വേണം, അതായത് ഡിഫ്ലക്ഷൻ കുറവായിരിക്കണം. പിന്നെ നേരത്തെ പഠിച്ച പോലെ ബെൻഡിങ് സ്ട്രെസ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അല്ലേ. ഇതൊക്കെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, പിന്നെ ഡിഫ്ലക്ഷൻ സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കണം, ഡിഫ്ലക്ഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള കണ്ടന്റ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ S5 സ്ട്രക്ചറൽ ഡിസൈൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന രണ്ട് കോൺസെപ്റ്റ്. അതാണ് ഒരു മെമ്പർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, അതേ സമയത്ത് അത് സ്റ്റിഫും ആയിരിക്കണം. ഈ രീതിയിലാണ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, കമ്മിങ് ടു ദിസ് ടോപ്പിക്. അപ്പോൾ ദ റെസിസ്റ്റൻസ് ഓഫ് ദ ബീം അഗൈൻസ്റ്റ് ഡിഫ്ലക്ഷൻ ഈസ് നോൺ ആസ് സ്റ്റിഫ്നെസ്. അപ്പോൾ ഒരു പോയിന്റായി. വാട്ട് ഈസ് മീൻ ബൈ സ്റ്റിഫ്നെസ്? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ബീം അഗൈൻസ്റ്റ് ഡിഫ്ലക്ഷൻ. അപ്പോൾ ഈ ഒറ്റ ഇത് പോയിന്റ് 1 മാർക്ക് ക്വസ്റ്റനിൽ ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കാം. സോ വാട്ട് ഈസ് സ്റ്റിഫ്നെസ്? അടുത്ത പോയിന്റ് ആണ് വാട്ട് ഈസ് ഇലാസ്റ്റിക് കർവ്. ബീമിൽ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ബീം വിൽ ബി ഡിഫ്ലക്റ്റഡ് അല്ലെങ്കിൽ ഒരു ഡിഫോം ചെയ്യും, അവർ കേർവ്ഡ് ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ബീം ആഫ്റ്റർ ലോഡിംഗ്. ദാറ്റ് ഈസ് നോൺ ആസ് എ കേർവ്ഡ് ലൈൻ ആയിരിക്കും, വിച്ച് ഇസ് നോൺ ആസ് എ ഇലാസ്റ്റിക് കർവ്. ഇനീഷ്യലി ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. വെൻ ദ ലോഡ് ഇസ് അപ്ലൈഡ് ദ ബീം ബിക്കംസ് എ കേർവ്ഡ് ലൈൻ, വിച്ച് ഇസ് നോൺ ആസ് എ ഇലാസ്റ്റിക് കർവ്. ദെൻ ഡിഫ്ലക്ഷൻ എന്താണ്? അടുത്ത പോയിന്റ് ആണ്. The deflection at a point on the beam is the vertical distance between this point in the elastic curve and the unloaded axis. Unloaded axis initial പൊസിഷനും ഇലാസ്റ്റിക് കർവിലെ ഫൈനൽ പൊസിഷനും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻക്ലിനേഷൻ ഓഫ് ദി ഇലാസ്റ്റിക് കർവ് അറ്റ് എനി പോയിന്റ്, അല്ലെങ്കിൽ ദ ആംഗിൾ റൊട്ടേറ്റഡ് ത്രൂ with the tangent at any point. The angle rotated by the tangent at any point is known as the slope. അപ്പോൾ എന്തൊക്കെ പോയിന്റ് കിട്ടി ഇവിടെ? സിംഗിൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റനിൽ സ്റ്റിഫ്നെസ് എന്താണെന്ന് കിട്ടി. വാട്ട് ഈസ് ഇലാസ്റ്റിക് കർവ് രണ്ടാമത്തത്, മൂന്നാമത്തത് വാട്ട് ഈസ് ഡിഫ്ലക്ഷൻ, നാലാമത്തത് വാട്ട് ഈസ് സ്ലോപ്പ്. ഓക്കെ, അത് ശരിക്ക് ആ പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്യാം. ഇനി നമുക്ക് കിടക്കേണ്ടത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇലാസ്റ്റിക് കർവ് ആണ്. ഈ കർവിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ഡിഫ്ലക്ഷനും സ്ലോപ്പും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനിലേക്ക് പോവാണ്. സോ വി ആർ ടേക്കിംഗ്, ഇപ്പോൾ ഒരു ബീം ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നു, ആ ബെൻഡ് ചെയ്ത ബീമിൻ്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ വി ആർ ടേക്കിംഗ് എ സ്മോൾ പോർഷൻ ഓഫ് ദ ബീം വിച്ച് ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു ബെൻഡിങ്. സോ AB എന്ന പോർഷൻ എടുത്തു. അതിൽ തന്നെയുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു പോയിന്റ് PQ എന്ന പോയിന്റ് എടുത്തു. P ആൻഡ് Q. ഈ ഒരു ചെറിയ കർവാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കർവിലേക്ക് ഈ ഇവിടുത്തെ ടാൻജന്റ് മേക്കിംഗ് എൻ ആംഗിൾ ആൽഫ വിത്ത് ദ ഹൊറിസോണ്ടൽ, ആൻഡ് ദിസ് ഈസ് മേക്കിംഗ് എൻ ആംഗിൾ ആൽഫ പ്ലസ് ഡി ആൽഫ വിത്ത് ദ ഹൊറിസോണ്ടൽ. അപ്പോൾ ഈ രണ്ട് ടാൻജന്റിലേക്കും വരയ്ക്കുന്ന റേഡിയൽ ലൈൻസിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് ഡി ആൽഫ ആയിരിക്കും അല്ലേ. സോ ഡി ആൽഫ ഇസ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ. ഇപ്പോൾ ഡി ആൽഫ ഇൻക്ലൂഡഡ് ആംഗിൾ ആണെങ്കിൽ റേഡിയസ് ആറും ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ആർക്ക് ലെങ്ത് ഓഫ് PQ? PQ is equal to R into D alpha എന്ന് കിട്ടും. R D alpha എന്ന് കിട്ടും. പക്ഷെ ഈ PQ വളരെ സ്മോൾ ആയതുകൊണ്ട് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് DS itself. ഹൊറിസോണ്ടൽ ഇവിടെ ഒരു കർവ് ലൈനിന് പകരം വളരെ സ്ട്രെയിറ്റ് ലൈൻ തന്നെ വരയ്ക്കാം എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം, കാരണം വളരെ സ്മോൾ ആയ ആർക്ക് ആയതുകൊണ്ട്. സോ ആസ് ദ ആർക്ക് ഇസ് വെരി സ്മോൾ, PQ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു DS. അങ്ങനെയാണെങ്കിൽ DS is equal to R D alpha എന്ന് കിട്ടും. dx is equal to R D alpha. ds equal to R D alpha. അങ്ങനെയാണെങ്കിൽ D alpha by ds will be 1 by R. ഇക്വേഷൻ്റെ അർത്ഥം തിരിച്ചെഴുതി. So 1 by R is equal to D alpha by ds. ഇനി ഇത്ര മാത്രം നോക്കാം, D alpha by ds.
ഇനി ഈ ഒരു ട്രയാങ്കുലർ ഫോം നോക്കാം. ഇപ്പോൾ ഡി എസ് എന്നുള്ള ഒരു ഹൈപ്പോട്ടനസ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ വളരെ ചെറുതായിട്ടുള്ള ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ആണ് ഉണ്ടാവുന്നത്. ഹൊറിസോണ്ടൽ മൂവ്മെന്റ് വളരെ ഡി എക്സും ഇതിന്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഡി എക്സും വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഡി വൈ ആണെന്ന് വിചാരിക്കാം. മേക്ക് എ ട്രയാങ്കുലർ ഫോം ലൈക്ക് ദിസ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഇൻക്ലൂഡഡ് ആംഗിൾ ആൽഫയും, അതായത് ഈ ആംഗിൾ തന്നെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് ആൽഫയും, അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി എസ് കോസ് ആൽഫ എന്ന് കിട്ടും. പക്ഷേ ഈ ആൽഫ വളരെ സ്മോൾ ആയതുകൊണ്ട് ഡി എസ് കോസ് ആൽഫ കോസ് 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, സോ വളരെ കുറവായതുകൊണ്ട് ആൽഫ ഇസ് വെരി സ്മോൾ, ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി എസ് തന്നെ എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഡി എസിന് പകരം ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി ആർ ഗെറ്റിംഗ് 1/r ഈസ് ഈക്വൽ ടു ഡി ആൽഫ ബൈ ഡി എക്സ്. അതിനെ ഒരു ഇക്വേഷനാക്കി മാറ്റി. അപ്പോൾ ഫൈനലി വി ആർ ഗെറ്റിംഗ് 1/r ഈസ് ഈക്വൽ ടു ഡി ആൽഫ ബൈ ഡി എക്സ്. ഓക്കെ, ഇനി ഈ ഫിഗറിലേക്ക് തന്നെ വരാം. ഈ ഫിഗറിൽ ടാൻ ആൽഫ എന്തായിരിക്കും? ഡി വൈ ബൈ ഡി എക്സ് ആയിരിക്കും. എഗെയിൻ ടാൻ ആൽഫ വളരെ വളരെ ചെറുതായതുകൊണ്ട് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ഓൾമോസ്റ്റ് 1. എന്തുകൊണ്ടാണ്? സൈൻ ആൽഫ ബൈ കോസ് ആൽഫ 0 ആകുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. സോ ടാൻ ആൽഫ ഈക്വൽ ടു ആൽഫ ഇറ്റ് സെൽഫ്. സോ ദാറ്റ് ഇസ് ഡി വൈ ബൈ ഡി എക്സ് ആൽഫ എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ഡി ആൽഫ ബൈ ഡി എക്സ്. ഡി ആൽഫ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. പക്ഷേ ഡി ആൽഫ ബൈ ഡി എക്സ് എന്താണ് ഇവിടെ ഈ ഇക്വേഷൻ്റെ അകത്ത്? ഇറ്റ് ഈസ് 1/r. സോ വി ക്യാൻ റൈറ്റ് ആസ് 1/r ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ. എം ബൈ ഐ ഇസ് ഈക്വൽ ടു എഫ് ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആർ. നമ്മൾ എഫ് ആണ് ഇവിടെ എടുത്തത്, അത് ഓർമ്മിക്കാം. എഫ് ബൈ വൈ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ. അങ്ങനെയാണെങ്കിൽ 1/r എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എം ബൈ ഇ ഐ ആയിരിക്കും. സോ എം ബൈ ഇ ഐ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് എം ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇലാസ്റ്റിക് കർവ്, അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ഇലാസ്റ്റിക് കർവ്. ഇതുമല്ലെങ്കിൽ മൊമെന്റ് കർവേച്ചർ റിലേഷൻ എന്ന് പറയും. ഇപ്പൊ 3 പേര് കിട്ടി. ഇക്വേഷൻ ഓഫ് ദ ഇലാസ്റ്റിക് കർവ്, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഇലാസ്റ്റിക് കർവ്, അല്ലെങ്കിൽ മൊമെന്റ് കർവേച്ചർ റിലേഷൻ. ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് എന്നുള്ളതൊരു പാരബോളിക്കിന്റെ ഡെഫിനേഷൻ അല്ലേ? അപ്പോൾ മൊമെന്റ് കർവേച്ചർ റിലേഷൻ എന്ന് പേരും പറയും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിറൈവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഇലാസ്റ്റിക് കർവ്, അല്ലെങ്കിൽ ഡിറൈവ് ദ മൊമെന്റ് കർവേച്ചർ റിലേഷൻഷിപ്പ് ഓഫ് എ ബീം എന്നും ചോദിക്കാം. സോ ദിസ് ഇക്വേഷൻ എം ഈസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എൻ ഇലാസ്റ്റിക് കർവ്. ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെ ആദ്യമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ഇന്റഗ്രേഷൻ നടത്തുകയാണെങ്കിൽ, സപ്പോസ് ഇതിനെ ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മളൊന്ന് ഒരിക്കൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ ഈക്വൽ ടു എം ഇന്റഗ്രേറ്റിംഗ് ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി വൈ ബൈ ഡി എക്സ് ആയിട്ട് മാറും. ദാറ്റ് വിൽ ബി ഇന്റഗ്രൽ എം ഡി എക്സ് പ്ലസ് C1. C1 ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറ്റും അല്ലേ? ഈ ഡി വൈ ബൈ ഡി എക്സിന്റെ പേരാണ് സ്ലോപ്പ്. This equation can be used to calculate the slope dy by dx at any point in the beam. Okay. അപ്പോൾ ഈ ഇലാസ്റ്റിക് കർവിന്റെ ഫസ്റ്റ് ഡെറിവേഷൻ കൊണ്ട് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. നൗ ഇന്റഗ്രേറ്റിംഗ് അഗെയിൻ. അപ്പോൾ ഈ ഇ ഐ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇക്വൽ ഇന്റഗ്രൽ എം ഡി എക്സ് പ്ലസ് C1 ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ ഐ ഇൻറ്റു വൈ ആവും ഇവിടെ. ദാറ്റ് ഇസ് ഇക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ദിസ് എം ഡി എക്സ് പ്ലസ് C1 പ്ലസ് C2 അനദർ കോൺസ്റ്റന്റ്, ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് നമുക്ക് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിഫ്ലക്ഷൻ അല്ലേ? അപ്പോൾ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇലാസ്റ്റിക് കർവിൽ നിന്ന് സ്ലോപ്പും ഡിഫ്ലക്ഷൻ കാണുക? ഇതാണ് നമ്മുടെ ഇലാസ്റ്റിക് കർവിന്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ഇലാസ്റ്റിക് കർവ് ഇതാണ്. ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ ഈക്വൽ ടു എം. ഈ ഇക്വേഷനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ സ്ലോപ്പ് കിട്ടും. വീണ്ടും ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ല, ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് വൈ, ദാറ്റ് ഈസ് ദ ഡിഫ്ലക്ഷൻ.
ഓക്കെ. ഇനി ഈ രണ്ട് ഇക്വേഷൻ്റെ അകത്തും ഒരു കോൺസ്റ്റൻസ് ഉണ്ട്. C1 ഉണ്ട്, ഇവിടെ ഒരു C2 ഉണ്ട്. ഈ കോൺസ്റ്റന്റ് നമുക്ക് എൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോമ്പാറ്റബിലിറ്റി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദിസ് C1 ആൻഡ് C2. എന്താണ് അവിടുത്തെ എൻഡ് കണ്ടീഷൻസ് ഉണ്ടാവുക? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കാൻഡിലിവർ ആണെങ്കിൽ കാൻഡിലിവറിന്റെ ഫിക്സ്ഡ് എൻഡിലായിരിക്കും ബോത്ത് ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് 0 അല്ലേ? അപ്പൊ ഇവിടെ ഈ എമ്മിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കണം. മൊമെന്റ് അറ്റ് എനി പോയിന്റ് അല്ലെങ്കിൽ മൊമെന്റ് അറ്റ് എനി സെക്ഷൻ എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നു. ആ ഇക്വേഷൻ്റെ അകത്ത് ഫിക്സ്ഡ് എൻഡിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഫിക്സ്ഡ് എൻഡിലെ മൊമെന്റിന്റെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആ മൊമെന്റിലെ ഇക്വേഷൻ്റെ അകത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് dy/dx വൈയും കിട്ടും. ആ dy/dx = 0 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ C1 കിട്ടും, y = 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ C2 കിട്ടും. സോ ദിസ് C1 and C2, the constants of integration can be obtained by applying the known values of slope and deflection at certain points of the beam. ഇക്വേഷനകത്ത് നമുക്ക് വൈയും ഡിഫ്ലക്ഷൻ അറിയാം, 0 അറിയാവുന്ന കണ്ടീഷൻ. ആ കണ്ടീഷനിലേക്ക് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൊമെന്റ് ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് C1 and C2 അതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അറ്റ് എ ഫിക്സ്ഡ് എൻഡ് ബോത്ത് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ആർ 0. ഹിഞ്ച്ഡ് എൻഡ് ആണെങ്കിൽ ഡിഫ്ലക്ഷൻ ഈസ് 0. നേരത്തെ നമ്മൾ കണ്ട സിമ്പിൾ സപ്പോർട്ട് ബീമിന്റെ കേസിൽ രണ്ട് സപ്പോർട്ടിലും ഡിഫ്ലക്ഷൻ 0 ആണ് അല്ലെ? ആ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് അവിടെ ഈ കോൺസ്റ്റന്റ് C1 and C2 കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഇലാസ്റ്റിക് കർവ്, ഇറ്റ്സ് ഡെറിവേഷൻ, അതിന്റെ അപ്ലിക്കേഷൻ. ക്ലിയർ അല്ലേ? ഇനി അതിൽ തന്നെയാണ് നേരത്തെ നമ്മൾ പഠിച്ച പോലെ ഇതൊരു തിയറത്തിൽ ഒരു അസംഷൻസ് ഉണ്ടാവും. അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഇലാസ്റ്റിക് കർവ്. ഇത് ബൈഹാർട്ട് ചെയ്യണം. 5 പോയിന്റ് ആണ്. എപ്പോഴും ഫസ്റ്റ് 1-2 പോയിന്റ് സെയിം ആയിരിക്കും. മെറ്റീരിയൽ ഈസ് ഹോമോജനസ് ആൻഡ് ഐസോട്രോപിക്, നമ്മൾ നേരത്തെ 2 പലത്തും പഠിച്ചു. മെറ്റീരിയൽ ഒബേസ് ഹൂക്സ് ലോ, അത് നമ്മൾ പഠിച്ചു. പിന്നെ റേഡിയസ് ഓഫ് ദ കർവേച്ചർ ഈസ് വെരി ലാർജ് കമ്പയർഡ് വിത്ത് ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ ഓഫ് ദ ബീം. ഇത് നമ്മൾ ബെൻഡിങ്ങിലെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് അല്ലേ? അത് അവിടെ പഠിച്ചത് തന്നെയാണ്. ദിസ് ഇക്വേഷൻ ഇസ് വാലിഡ് ഓൺലി ഫോർ സ്മോൾ ഡിഫ്ലക്ഷൻ. അതാണ് ഇവിടെ അഡീഷണൽ വരുന്ന കണ്ടീഷൻ. വളരെ സ്മോൾ ഡിഫ്ലക്ഷനിൽ മാത്രമേ ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് അതിന്റെ ഒരു ലിമിറ്റേഷൻ കൂടിയാണ് അല്ലേ? ദിസ് ഇക്വേഷൻ ഇസ് ഡിറൈവ്ഡ് ഫോർ ദ കേസ് ഓഫ് പ്യൂർ ബെൻഡിങ് ആൻഡ് ഡസ് നോട്ട് ടേക്ക് ഇൻ അക്കൗണ്ട് ഡിഫ്ലക്ഷൻ കോസ്ഡ് ബൈ ഷിയർ ഫോഴ്സ്. അതാണ് അതിന്റെ രണ്ടാമത്തെ ലിമിറ്റേഷൻ. പ്യൂർ ബെൻഡിങ്ങിന്റെ കേസിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. എന്തായിരുന്നു പ്യൂർ ബെൻഡിങ്? ഷിയർ ഫോഴ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് പ്യൂർ ബെൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഷിയർ ഫോഴ്സ് വരുന്ന കേസിൽ അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന എഫക്റ്റുകളിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ആർ ദ അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ്? ഒന്ന്, ഹോമോജനസ് ആൻഡ് ഐസോട്രോപിക്, ഒബേസ് ഹൂക്സ് ലോ. മൂന്നാമത്തത്, കർവേച്ചർ ഓഫ് ദി ഇലാസ്റ്റിക് കർവ് ഈസ് വെരി ലാർജ്, ദാറ്റ് ഈസ് ദ റേഡിയസ് ഈസ് വെരി ലാർജ്. Equation is valid for small deflection only and it cannot be used for the cases where there is shear force. അപ്പോൾ ഈ 5 പോയിന്റ് ബൈ ഹാർട്ട് ചെയ്യുക. ഇതും റിപ്പീറ്റഡ് ആയി ചോദിക്കാറുള്ളതാണ്. റൈറ്റ് ദ അസംഷൻസ് ഇൻ ദ ഡെറിവേഷൻ ഓഫ് ആൻ ഇലാസ്റ്റിക് കർവ് എന്ന് ചോദിക്കും. ക്ലിയർ? ഓക്കെ.